hello, namaskaram. Welcome to In Conversation with Sajna. Today, In Conversation with Sajna എത്തുന്ന അതിഥി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യൽ ആണ്. Mainly because we are going to talk about a lot of music in this episode of In Conversation with Sajna. അപ്പോൾ ഈ ഒരു അതിഥിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ I should first tell you what I adore about this musician, what I really respect in her. കർണാട്ടിക് വോക്കലിസ്റ്റ് ആണ്, പ്ലേബാക്ക് സിംഗർ ആണ്, അതിലുപരി അധ്യാപികയാണ്. ആൻഡ് ഐ ഡോണ്ട് നോ ഹർ പേഴ്സണലി, ദാറ്റ്സ് അനദർ തിങ്. പക്ഷേ അറിയുന്നത് ഫേസ്ബുക്കിലൂടെയാണ്. And we both follow each other, and I follow what she does in terms of creative music and how she experiments with Carnatic music and Carnatic compositions. അപ്പോൾ അങ്ങനെ ഒരു മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് ഒരു മ്യൂച്വൽ അപ്രിസിയേഷനിലൂടെയാണ് ശരിക്കും പറഞ്ഞ പരിചയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഐ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ഇംപെരറ്റീവ് ദാറ്റ് വി ഹാവ് ദിസ് കോൺവെർസേഷൻ. അങ്ങനെ ഒരു സംഗീതജ്ഞയുമായിട്ട് സംസാരിക്കാൻ കിട്ടുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ആൻഡ് ഓൾസോ ബിക്കോസ് ദോ വി ഡോണ്ട് നോ ഈച്ച് അതർ, ഞാൻ കാഷ്വലി ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് ആയിട്ട് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ട് ചോദിച്ചതാണ്, കാർത്തിക, വുഡ് യു മൈൻഡ് having a conversation with me? And then we actually started having a lot of conversations, and from there it has evolved into this beautiful friendship of music and of a lot of other beautiful aspects of life that she has shared with me. അപ്പോൾ അത് നിങ്ങളും കൂടി അറിഞ്ഞിരിക്കേണ്ട ഒന്നാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇനി ഒട്ടും വൈകിക്കേണ്ട, over to കാർത്തിക വൈദ്യനാഥൻ. ഹായ് കാർത്തിക. Hi Sajna. So nice to see you and talk like this after our couple of phone conversations. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പ്രേക്ഷകരുടെ അടുത്ത് കൂടെ ഷെയർ ചെയ്യാണ്. കാർത്തികയുടെ അടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ നമ്മൾ വി ഹാവ് ബീൻ ഫ്രണ്ട്സ് ഫോർ സം ടൈം ബട്ട് നെവർ റിയലി ഇന്ററാക്റ്റഡ് മച്ച്, അല്ലേ? അതെ, ഞാൻ കുറെ സജ്നയുടെ വർക്ക്സ് ഒക്കെ കാണുമ്പോ I have thought I should maybe connect with you, but really not had the opportunity to. സോ ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, she had put out a version of a Carnatic composition. അപ്പം ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി, and I really loved that version of hers, and I reached out. അപ്പോൾ അങ്ങനെ വന്നപ്പം സംസാരിച്ച് തുടങ്ങിയപ്പം I kind of could relate to her a lot, because ഈ പറഞ്ഞതുപോലെ കർണാട്ടിക് വോക്കലിസ്റ്റ് ആണ്, പ്ലേബാക്ക് സിംഗർ ആണ്, you're a guru also. So there are so many verticals I felt we could explore through a conversation. അപ്പോൾ വെറുതെ ഞാൻ ഫേസ്ബുക്കിലെ മെസ്സഞ്ചറിലെ ചാറ്റിൽ I just asked her just like that, and she's like, why not, but let's talk first എന്ന് പറഞ്ഞു കേട്ടോ. So there began a series of conversation, and here we are today. So thank you so much ആദ്യം തന്നെ Karthika for accepting to come on in conversation with Sajna. Thank you so much. Oh, thank you Sajna, it's my pleasure too. I mean, you're such an aesthetic artist that it's really an amazing experience to have a conversation with you. Thank you so much. So ഇപ്പം നമ്മളിപ്പോ സംസാരിച്ചു തുടങ്ങുന്നത് എന്തായാലും ഇന്ന് ഔട്ട് ആൻഡ് ഔട്ട് സംഗീതത്തെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. എന്നിരുന്നാലും for the whole lot of people out there for them to know you a little bit more personally. ഇപ്പൊ കാർത്തിക എന്ന പ്ലേബാക്ക് സിംഗറിനെ എല്ലാവർക്കും അറിയാം, കർണാട്ടിക് വോക്കലിസ്റ്റിനെ അറിയാം, but to know someone intimately as a musician and as an individual, I think we should start from the beginning. I want you to tell me, പാട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഏർലിയസ്റ്റ് മെമ്മറി എന്താണ് കാർത്തികയുടെ ലൈഫിൽ? പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുമ്പോ. പാട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏർലിയസ്റ്റ് മെമ്മറി, അച്ഛൻ മൃദംഗിസ്റ്റ് ആയിരുന്നു, ആർ വൈദ്യനാഥൻ, ട്രിവാൻഡ്രം ആർ വൈദ്യനാഥൻ. അപ്പൊ അച്ഛനൊരു പാഷൻ ഉണ്ടായിരുന്നു ടു ഹാവ് artists from Chennai come and perform in our small village in Trivandrum. കരമന ആയിരുന്നു ഞങ്ങള് താമസിച്ചിരുന്നത്. അപ്പൊ അവിടുത്തെ ഒരു ശിവന്റെ ക്ഷേത്രം ഉണ്ട്. അവിടെ ചെന്നൈയിൽ നിന്ന് അപ്പോഴുള്ള ടി എൻ ശേഷഗോപാലൻ സാർ അങ്ങനത്തെ ആർട്ടിസ്റ്റിനെയൊക്കെ കൊണ്ടുവന്ന് അച്ഛൻ he would love to host them there, ആ ടെമ്പിളില് കോൺസേർട്സിന്. whoever comes to perform there, we host them in our place. Atiti Devo Bhava. So we host them, and ആര് വന്നാലും അവരൊക്കെയും ഓരോ പാട്ട് പറഞ്ഞിരുന്നു ഞങ്ങക്ക്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ വസേ
എന്തെങ്കിലും കുട്ടികൾ പാട്ട് പഠിക്കുന്നുണ്ട്, അവരെ കൊണ്ടുവച്ച് അപ്പൊ എന്തെങ്കിലും ചെയ്യണോ പാടൂ എന്ന് പറയും. അപ്പൊ നമുക്കൊരു പേടി, ഒരു എന്താ പറയാ, ഇറ്റ് വാസ് എന്താ പറയാ, അതൊരു ഭാഗ്യമാണ് അവരുടെയൊക്കെ മുന്നിൽ ചെറിയ പ്രായത്തിൽ ഒരു പാട്ട് പാടാൻ പറ്റുന്നുള്ളത്. അപ്പൊ അവരൊരു പ്രോത്സാഹനം തരുമ്പോ അതൊരു വലിയൊരു ഡ്രീമാണ്. അവിടെ നിന്നാണ് ആ ഡ്രീം ഒക്കെ തുടങ്ങുന്നത്. നമുക്കിങ്ങനെ സ്റ്റേജിൽ കയറണം, ഇതുപോലെ യുനോ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് കോൺസേർട്സ് നടത്താൻ പറ്റണം എന്നൊക്കെ ഡ്രീം അവിടെയാണ്, ആ സീഡ് അവിടെയാണ് വിരിയുന്നത്. പിന്നെ അവർക്കൊന്നും അപ്പൊ അങ്ങനെ ഗുരുതുല്യനായിട്ട് കുറെ പേർക്കൊന്നും, ഈവൻ ഇഫ് ഇറ്റ് വാസ് ഒരു കീർത്തനം, ഒരു പാട്ട്, അതൊക്കെ പഠിക്കാന്നുള്ളത് അന്നത്തെ കാലത്ത് ഒരു വലിയൊരു ഭാഗ്യം. എന്നും I cherish that memory. So earliest musical memories would be, I mean, not just one memory, but many memories like this that was back in Trivandrum for us. For us, ഞാൻ മീൻ ചെയ്യുമ്പോ ഇറ്റ്സ് മൈ സിസ്റ്റർ along with me. So ഞാൻ അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങിയത്. എപ്പോഴും എനിക്ക് തോന്നുന്നു ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആസ്പെക്ട് ഓഫ് എനിബഡീസ് ലൈഫ് ഷുഡ് ബി ദെയർ ചൈൽഡ്ഹുഡ്. പ്രത്യേകിച്ചും കല കൈകാര്യം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ചെറിയ പ്രായത്തിൽ നമ്മൾ എംബ്രേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇത് എന്താണ്, ഇതിന്റെ വ്യാപ്തി ഒന്നും മനസ്സിലാവാത്ത പ്രായത്തിലെ അതിന്റെ ചിട്ടയും അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വളരുന്നതും മേ ബി ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പേരൻസിന്റെ നിർബന്ധം കൊണ്ട് നമ്മൾ പാട്ട് പഠിക്കാൻ പോകുന്നൊക്കെ തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ ട്രൂ ബ്ലെസ്സിങ് ഇൻ ഇറ്റ് സെൽഫ്. അപ്പോ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ തന്നെ ഐ എം ടേക്കിംഗ് യു റൈറ്റ് ബാക്ക് ടു ദ പ്രസന്റ് റൈറ്റ് നൗ വേർ യു ആർ ഓൾസോ എ ഗുരു. ആൻഡ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, വി ആർ ഓൾ സ്റ്റക്ക് ഇൻ അവർ ഹോംസ് and it doesn't seem to look good at least for another 1 year. അപ്പോ ഒരു ഗുരു എന്ന നിലയിൽ നമ്മൾ പഠിച്ചിരുന്ന ഒരു സമ്പ്രദായം വേറെ, അത് കഴിഞ്ഞ് ഇപ്പോ നമ്മൾ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്ന ഒരു കാലഘട്ടം വരെ വന്നെത്തി നിൽക്കുന്നു. So how do you feel about that? How do you feel about that, and what do you think is that one major thing ഇന്നത്തെ കുട്ടികൾ ശരിക്കും ലാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു അവസരം ഇല്ലാത്തതെന്ന് എനിക്ക് തോന്നണം. ഇന്നിപ്പോ അവസരം ഒരുപാടാണെങ്കിൽ പോലും ഇപ്പൊ കാർത്തിക പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ഇന്ന് എത്ര കുട്ടികൾക്ക് കിട്ടും എന്നുള്ളൊരു വലിയ സംഭവം ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഇപ്പോ ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയുന്നത് തന്നെ ഇപ്പോ ഈ ലോക്ക്ഡൌൺ സമയത്ത് അതൊന്ന് കുറച്ചും കൂടി there are a few more students who learn from me എന്നേ ഉള്ളൂ. But otherwise online teaching have always been doing. പക്ഷെ അങ്ങനെയല്ല, the people who have an opportunity to learn in person, I would suggest that only any day. Me being a person educating online, I would myself say that if you have an opportunity to go to a teacher and sit in front of the teacher and take it's a vibe, it is a connect that you will feel with the guru, that we can only try to bring out through a virtual platform. We can try our best. Student എന്താ പറയാ, student actually അതിൽ അത്ര റോൾ വഹിക്കുന്നില്ല എൻ്റെ അടുത്ത് ചോദിച്ചാൽ. It is the guru, it's the teacher who will try to make it as personal as possible. അതൊരു സിൻസിയർ ആയിട്ട് അവർക്കത് റീച്ച് ആവണമെന്നുള്ളൊരു ഇന്റന്റോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ നേരിട്ട് പഠിക്കുന്നത് പോലെ വരില്ല. ബട്ട് ഈ പറയുന്ന പോലെ ചിൽഡ്രൻ ഫ്രം മെനി പാർട്സ് ഓഫ് അമേരിക്ക where they have to drive a long way to reach a guru's place, അവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് വെർച്വലി പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് is definitely a boon. അത് has extended to COVID time that we are living, where അടുത്ത സ്ട്രീറ്റിൽ the person, a child from next door is also learning online എന്നുള്ളതേ ഉള്ളൂ അതിൽ വ്യത്യാസം. But yes, there is definitely a difference, but I would like to see the positives of being able to impart knowledge over a virtual platform. Likewise for the student. ഓക്കെ. അതുപോലെ ഇപ്പം തുടക്കത്തിൽ പറഞ്ഞു വീട്ടില് അല്ലെങ്കിൽ അതുപോലെ താമസിച്ചിരുന്ന ഗ്രാമത്തില് ശിവക്ഷേത്രത്തില് ഈ പറഞ്ഞതുപോലെ അച്ഛൻ്റെ ഒരു ഇനിഷ്യേറ്റീവിലാണെങ്കിൽ പോലും പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് പേര് ഗുരുതുല്യരായിട്ട് ഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ കാർത്തികയുടെ ലൈഫിൽ ഇപ്പം ഈ സംഗീതം ഉള്ള ഒരു കുടുംബം, അപ്പം അതുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു വീട്ടില് അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരിക്കണം. എന്നിരുന്നാൽ പോലും ഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ എത്രയാണെങ്കിലും നമ്മൾ ആദ്യത്തെ സ്വരങ്ങൾ പഠിക്കുന്ന തൊട്ട് പിന്നീട് പല സ്റ്റേജസിലും this I have noticed, നമ്മൾ സംഗീതമാണെങ്കിലും നൃത്തമാണെങ്കിലും ഒരു കാലഘട്ടം വരെ നമ്മൾ ഒരു ഗുരുവിന്റെ അടുത്ത് ചിലപ്പോൾ പഠിക്കും. ചിലപ്പോൾ നമ്മളുടെ പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ നമ്മൾ ഒരു ഗുരുവിനെ തേടും. ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നു പോവാം. അപ്പോ ഗുരുക്കന്മാരെ കുറിച്ച് കൂടി ഒന്ന് പറയാം. ഗുരുക്കന്മാര് ഞാൻ തുടങ്ങിയത് എന്റെ അമ്മയിൽ നിന്നാണ്. അമ്മ മീന വൈദ്യനാഥൻ, അമ്മ ഗാനഭൂഷണം ഗാനപ്രവീണ പാലക്കാട് ചെമ്പൈ കോളേജിൽ നിന്ന് പഠിച്ചതാണ്.
അപ്പൊ അമ്മ ഇന്നും ഒരു നല്ലൊരു ഗുരുവാണ്. ഇൻഫാക്ട് ഞങ്ങൾക്ക് ആദ്യകാലത്തൊക്കെ ഒരു ടാസ്ക് മാസ്റ്റർ ആയിരുന്നു അമ്മ. ഈ പറഞ്ഞ പോലെ അച്ഛന്റെ റോൾ എന്ന് പറഞ്ഞാൽ ഓഫീസിൽ പോണതിന് മുന്നേ ഇന്ന് ഇത് തീർത്ത് വെക്കണം, ഇന്ന് കാമ്പോജിയില് നിലവൽ റെഡിയാക്കി വെക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആയിരുന്നു അച്ഛന്റെ. പിന്നെ അത് ഇരുത്തി ചെയ്യിക്കലും അത് ഞങ്ങളിൽ അത് ചെയ്യിപ്പിക്കുന്നത് അമ്മയുടെ ജോലിയായിരുന്നു എന്നും. അപ്പൊ അമ്മയിൽ നിന്ന് തുടങ്ങി പിന്നെ ഞങ്ങള് ഐ തിങ്ക് ഫ്രം നൗ ഓൺ സേ ഞാൻ പഠിച്ചിരുന്നത് വർക്കല CS ജയരാമൻ സാറിന്റെ അടുത്താണ്. കുറെ ടിൽ അബൌട്ട് ഒരു അരങ്ങേറ്റം ഒക്കെ വരെ വർക്കല ജയരാമൻ സാറിന്റെ അടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓഫ്കോഴ്സ് സീതാലക്ഷ്മി ടീച്ചർ, പിന്നെ അങ്ങനെ കുറെ തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഒട്ടുമിക്ക അന്ന് സീനിയേഴ്സ് ആയിട്ടുള്ള എല്ലാ മ്യൂസീഷ്യൻസിന്റെ അടുത്തും അറ്റ്ലീസ്റ്റ് ഓരോ ഫേസസിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ചെന്നൈക്ക് ഷിഫ്റ്റ് ആവുമായിരുന്നു. ചെന്നൈക്ക് ഷിഫ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ദെൻ ഫ്രം 2002 തൊട്ട് I have been learning under Srimati Bombay Jayashree. So yeah, Srimati Bombay Jayashree, she is എന്താ പറയാ, ഞാൻ I would അതൊരു ഗുരു എന്നതിലുപരി she's had so much influence in my life that my personality, എൻ്റെ ഒരു എന്താ പറയാ, what you see in me is her work in me. അത്രയും work has gone into me in terms of my music and the way I look at everything, life itself. So അത്രയും ഒരു വലിയൊരു influence she has had on me. From then on, yeah, it's only been her who I've learned directly from. അപ്പോ നമ്മളിപ്പോ പറഞ്ഞു വന്നപ്പോ നമ്മളൊരു സ്ഥലത്ത് നിന്ന് നമ്മളെ വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ ഷിഫ്റ്റ് ആകുമ്പോൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈയിലേക്ക് എന്ന് പറയുമ്പോൾ, ചെന്നൈ അഗെയിൻ ഐ ഫീൽ ഐ ജസ്റ്റ് വോണ്ട് ടു ആസ്ക് യു ദിസ് ബിക്കോസ് യു ഹവ് ബീൻ ഹിയർ. ട്രിവാൻഡ്രത്തും വന്നിട്ടുണ്ട്, ചെന്നൈയിലും പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ചോദിക്കാലോ, ഈ രണ്ട് സ്ഥലത്തെയും ഒരു മ്യൂസിക് കൾച്ചറിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ what have you felt like when you shifted from Trivandrum to Chennai, because I think you can say it കുറച്ചും കൂടെ ആധികാരികമായിട്ട്. ഞാനത് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റുള്ളൂ, ബട്ട് ഐ ഡോണ്ട് ഈവൻ നോ ഇഫ് ഇറ്റ് ഇസ് റെലവെന്റ് ടുഡേ ബിക്കോസ് വി ആർ ടോക്കിംഗ് അബൌട്ട് ടു ഡിഫറെന്റ് എന്താ പറയാ, a decade different from when I have been there and from when I have been in Chennai for last 15-20 years is so different as times itself. So അതുകൊണ്ട് അത് റെലവെന്റ് ആണോ എന്നറിയില്ല, ബട്ട് സ്റ്റിൽ ട്രിവാൻഡ്രത്ത് പഠിച്ചിരുന്നപ്പോ also one more thing is I was a kid when I was there. അപ്പൊ അതുകൊണ്ട് my artistic journey that grew from Trivandrum to coming to Chennai, and in Chennai has taken a major part in my artistic development on the whole. അതുകൊണ്ട് എനിക്ക് എത്രത്തോളം അത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന അറിയില്ല, ബട്ട് ട്രിവാൻഡ്രത്തിൽ ഒരു ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു ഇൻ ടേംസ് ഓഫ് എക്സ്പോഷർ ടു, നോട്ട് ഈവൻ ഇൻ ടേംസ് ഓഫ് ഗുരു അങ്ങനെയൊന്നും ഞാൻ പറയില്ല. എനിക്ക് ഐ ഹാഡ് ഫാന്റാസ്റ്റിക് ഗുരുസ് ദേർ, ആൻഡ് ഇൻഫാക്ട് ഞാൻ അവരുടെ കൂടെ ചെലവഴിച്ച സമയം ഒട്ടും അത് എന്താ പറയാ, ദാറ്റ്സ് ബീൻ സോ വാല്യുബിൾ. അപ്പോ ദാറ്റ് വേ ദർ വാസ് നോ ലിമിറ്റേഷൻ. ഇൻഫാക്ട് പ്രോബബ്ലി കുറെ അധികം സിൻസിയർ ആയിട്ട് ഐ ഹാവ് ഹാഡ് ഗുരുസ് ഹു ബീൻ വെരി സിൻസിയർ. പക്ഷെ എക്സ്പോഷർ ഇൻ ദ ടേംസ് ഓഫ് കച്ചേരികൾ കേൾക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ്, ഇവിടെ ഇപ്പോ ചെന്നൈയിലെ ഒരു ഡിസംബർ സീസൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് മാരത്തോൺ. എത്ര അധികം ഒരു ദിവസം തന്നെ I used to hop, I still do until last year when I had a baby. I used to hop from one sabha to another to listen to kacheris. So അങ്ങനെ അത്രയും അധികം concerts, live concerts കേൾക്കാനുള്ള opportunities probably would have been little കുറച്ച് ലിമിറ്റഡ് ആയിരുന്നു in Trivandrum. But otherwise as such അതാണ് ആ ഒരു എന്താണ് 90s ഞാൻ അവിടെയായിരുന്നു. 2000 ഓൺവേർഡ്സ് ഞാൻ ഇവിടെയാണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല what exactly has been different. I'm not able to clearly say. But രണ്ട് സ്ഥലത്തു നിന്നും എനിക്കുള്ള ഉണ്ടായിട്ടുള്ള ഇൻഫ്ലുവൻസസ് ആർ ഡെഫിനറ്റ്ലി വെരി സിഗ്നിഫിക്കന്റ്. that much I guess. അതുപോലെ തന്നെ ശ്രീമതി ബോംബെ ജയശ്രീ, എനിക്ക് തോന്നുന്നു നമ്മളിൽ പലർക്കും ഒരു ഐ തിങ്ക് മോസ്റ്റ് ഓഫ് us have grown up listening to her and idolized her. എനിക്ക് എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ജയശ്രീ അമ്മയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ I have always loved it for the way she connects your soul to it.
അതായത് നമ്മൾ പറയില്ലേ ആത്മാവിന്ന് പാടുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. പലരും പല കൃതികളും പാടും. ലെറ്റ്സ് സേ ഇഫ് സംബഡി സിംഗ്സ് എ ഭാവയാമി ഒരു പഞ്ചരത്നം ഒരു പദ, എല്ലാവരും പാടും. പക്ഷെ അമ്മ പാടുന്നത്, എനിക്ക് അമ്മാനെ പറയാൻ വായിൽ വരുന്നുള്ളൂ, പാടുന്നത് ഇസ് മോർ ലൈക്ക് ഹൗ യു കണക്ട് യുവർ സെൽഫ് ആൻഡ് യുവർ സോൾ ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഷീ ഡ്രോസ് യു ഇൻ. അതെല്ലാവർക്കും കിട്ടില്ലല്ലോ. നമ്മളൊരു കൃതി പാടുമ്പോൾ അതിന്റെ ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു സോള് മനസ്സിലാക്കി അത് കേൾക്കുന്ന ആൾക്കാരിലേക്കും കൂടി അത് എത്തിക്കാൻ പറ്റുക എന്ന് പറയുന്നത്, ഐ തിങ്ക് ദാറ്റ് ഇസ് വേർ ദ ജേർണി ഓഫ് എ മ്യൂസിഷ്യൻ begins. I won't even say complete. So just tell me your experience with I mean learning with her. അതുപോലെ കച്ചേരികൾക്ക് അക്കമ്പനി ചെയ്യാൻ പോയിട്ടുണ്ടോ? ഇതൊക്കെ ഒന്ന് പറയാമോ? യെസ്. അതൊരു എന്താ പറയാ, ആ കുറച്ച് കൊല്ലങ്ങൾ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് എനിക്ക് എന്റെ ലൈഫിൽ ഒരു മേജർ പാർട്ടായിട്ടാണ് തോന്നുന്നത്. ആസ് ഇയേഴ്സ് ഒരു 10 years ആയിട്ടുള്ളെങ്കിലും അതിൽ കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് എവറി ഡേ ഇൻ ദ സെൻസ് മോർണിംഗ് ഒരു 5-5:30 I'll be at her door. 5:30 തുടങ്ങിയാൽ സ്കൂളിൽ പോകുന്നതിന് മുന്നേ വരെ അത് തന്നെയാണ്, ക്ലാസ് തന്നെയാണ്. സ്കൂളിൽ നിന്ന് പ്രോബബ്ലി എ ക്വിക്ക് സ്നാക്ക് ഫ്രം ദ സ്കൂൾ ഓർ സംതിങ് ആൻഡ് ദെൻ അഗൈൻ ഐ എം ബാക്ക് ടു ഹെർ ഹൗസ്. സോ അതായിരുന്നു സ്കൂൾ കാലം കഴിയുന്നവരെ. ദെൻ ആസ് സൂൺ ആസ് ഐ ജോയിൻഡ് കോളേജ്, ദെൻ ഇറ്റ് ഇസ് ബീൻ ട്രാവലിംഗ് വിത്ത് ഹർ, accompanying her on the tanpura, at times accompanying her on vocals. So I think my learning has been oru gurukula vasam pole. It has been with her, traveling with her, seeing the world through her eyes, seeing how she would perceive something. All this has also gone into my music, I believe. A lot of it has gone in. Appo it was not critical padikka, not just that, but beyond അതെങ്ങനെ അപ്പോ അത് നമ്മുടെ പ്രസന്റേഷനിൽ അത് തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഐ എം ഏബിൾ ടു ഫീൽ ഇറ്റ് ടുഡേ ദാറ്റ് ഞാൻ അന്ന് പഠിച്ച ഒരു സംഭവം ഞാൻ ഇപ്പൊ പാടുമ്പോൾ പ്രോബബ്ലി അത് ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ട്. ഓൾസോ ബിക്കോസ് ഓഫ് ഹർ വേ ഓഫ് ടീച്ചിങ്. ജയശേഖ, ഐ കോൾ ഹർ ഡിയർലി ജയശേഖ. ഷീ നെവർ gives a structured എന്താ പറയാ, ഒരു സ്പൂൺ ഫീഡിങ് ഷീ നെവർ ഡസ്. സേ ഇഫ് I'm learning a kriti from her, she will sing it. അതിൽ നിന്ന് ഞാൻ കുറച്ച് സംഗതികൾ എടുക്കുന്നു. ബിയോണ്ട് ദാറ്റ് ഇറ്റ് ഇസ് മൈ എക്സ്പ്ലോറേഷൻ. ഇറ്റ് ഇസ് നെവർ ഒരു സംഗതി 2 പ്രാവശ്യം, അത് കഴിഞ്ഞ് അടുത്ത സംഗതി 2 പ്രാവശ്യം, അത് കഴിഞ്ഞ് ഇതായിരിക്കണം. വളരെ ചുരുക്കം ചില പ്രോബബ്ലി നവഗ്രഹ കീർത്തനങ്ങൾ, അങ്ങനെ ബിഗ് ദീക്ഷിതർ ഹ്യൂജ് ഡെപ്ത് ഉള്ള കൃതീസിന് മേ ബി അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. ബട്ട് ഓവർ മേജർലി പറഞ്ഞു കഴിയുമ്പോൾ ഒരു ലാൻഡ്സ്കേപ്പ് തന്നിട്ട് അതിന് വി വുഡ് ഹാവ് ടു ഡെവലപ്പ് ഓൺ ഇറ്റ്. അങ്ങനെയായിരുന്നു ലേണിംഗ് ഇറ്റ് സെൽഫ്. സോ ദാറ്റ് വേ ഐ തിങ്ക് കുറെ ക്രിയേറ്റീവ് ആവാൻ ഇനിയും കുറെ അധികം ഇറ്റ് ഹെൽപ്പ് മീ. പിന്നെ വേറെ മ്യൂസിക്കിലുള്ള ഇൻഫ്ലുവൻസസ്, ഷീ വാസ് വെരി ഓപ്പൺ ദാറ്റ് വേ. എന്താ പറയാ, കുറെ വേറെ മ്യൂസിക് ഒക്കെ കേൾപ്പിക്കുക. ലതാജിയുടെ ലഗ്ജാഗലെ എന്നുള്ള ആ പാട്ട് പോലും ഞാൻ ഒരു ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ഫ്രം ഹർ. സോ അത്രയും ട്രാവൽ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും വേറെ സ്ഥലങ്ങൾക്കൊക്കെ കച്ചേരിക്ക് പോകുമ്പോൾ ഒക്കെ ഷീ വുഡ് പ്ലേ രവീന്ദ്ര സംഗീത്, മറാഠി സംഗീത്. ഇതൊക്കെ ഇങ്ങനെ കുറെ അധികം മ്യൂസിക് കേൾപ്പിച്ചുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് കർണാട്ടിക് ക്ലാസിക്കൽ കച്ചേരി ചെയ്തുകൊണ്ട് അത് മാത്രം ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് കുറേയും കൂടി മ്യൂസിക് കുറച്ചുകൂടി ഡീപ്പർ ആയിട്ട് അറിയണം എന്ന് തോന്നി. ഡീപ്പർ എന്ന് പറയുന്നതിനെക്കാട്ടും വൈഡർ ആയിട്ട് അറിയണം എന്ന് തോന്നി. സോ ദെൻ സ്റ്റാർട്ടഡ് മൈ try on singing film songs, light music. Then I've even western പഠിക്കണം തോന്നി. Then I went to Chetana in Thrissur, തോമസ് ചക്കാലം മറ്റ് ഫാദറിന്റെ അടുത്ത് ഒരു 2 years അവിടെ തന്നെ ഞാൻ എന്താ പറയാ അവിടെ തന്നെ കിടക്കായിരുന്നു വെസ്റ്റേൺ പഠിക്കാൻ വേണ്ടിട്ട്. ജസ്റ്റ് ടു ഹാവ് ദ ഫീൽ ഓഫ് അത് മാത്രം ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു 2 years കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ഫോർ ദാറ്റ്. അപ്പൊ അങ്ങനെ all that she's been very sportive with. Once I remember I asked her, Akka, are you do you feel bad that I'm doing more other music more than Carnatic music? This is very personal. I don't know if I should be saying this in an interview, but because it's with Sajana, I feel I'm talking to a friend, so I'm saying this to you. So I've asked her, Chaitanya piano, I quickly called and asked, okay, I'm practicing piano. Do you feel I should be singing Kampuji this time or some Natakurunji this hour that I'm spending on this? Then she said, it's okay, even if you're going to sing jazz music on Moon, I'm happy as long as you sing.
That's what she said. I would never forget this because ഇത്രയും forward ആയിട്ട് ഒരു ഗുരുവിനെ കിട്ടുക എന്ന് പറയുന്നതും it's been a blessing. You know, at this moment, I am so glad you shared that, because I believe there are so many people who should hear that. സത്യമായിട്ടും കാരണം ഞാനിത് തൊട്ട് മുമ്പ് നമുക്കുണ്ടായിരുന്ന ഗസ്റ്റ് മൃദംഗീസ് ഡോക്ടർ അനീഷ് കൃഷ്ണയാണ്. അപ്പം അനീഷും പറയണ്ടായി, മറ്റുള്ള ഇതര സംഗീതം നമ്മൾ കേൾക്കാനും ഇംബൈബ് ചെയ്യാനും പലപ്പോഴും എല്ലാ ഗുരുക്കന്മാരും അത് എൻകറേജ് ചെയ്യണം എന്നില്ല. ഒന്നാമത്തെ കാര്യം, കാരണം അതിന്റെ ഒരു നമ്മളൊരു പ്യൂരിറ്റാൻ ഒരു ഫ്ലേവർ നഷ്ടപ്പെടുമോ എന്നതൊക്കെ കൊണ്ടായിരിക്കാം. എന്നിരുന്നാലും the fact that she exposed you, she guided you in such a way that you saw so much more. അപ്പം ഒരു വേൾഡ് മ്യൂസിക് എന്നുള്ള ഒരു സ്പെക്ട്രത്തിൽ നമ്മൾ എല്ലാത്തിനെയും കാണുമ്പോൾ I think we value our traditional Carnatic a little bit more. It doesn't mean we are going away from it. That's what I feel. And I'm so happy you shared that, because ഒരു ഗുരു എങ്ങനെ ആവണം എന്നതുകൂടി, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആകാം എന്നതുകൂടി ഇതിപ്പോ കാണുന്നത് കുട്ടികൾ കാണുന്നുണ്ടാവും. നമ്മുടെയൊക്കെ തന്നെ സ്റ്റുഡൻസ് ഈ കോൺവെർസേഷൻ കാണും, കേൾക്കും. സോ ഐ ഫീൽ എനിത്തിങ് ദാറ്റ് ക്യാൻ give them or make them understand how valuable it is, the fact that we can all sing or enjoy or appreciate music, അതൊരു വലിയ വിഷയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇന്നത്തെ കുട്ടികൾക്കും പലപ്പോഴും ഞാൻ എപ്പോഴും എന്റെ സ്റ്റുഡൻസിനോട് പറയും, നിറയെ കേൾക്കണം എന്ന് പറയും. പക്ഷെ ഈ കേൾക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവില്ല. ഇപ്പൊ നമ്മളിപ്പോ ഡിഗ്രിക്ക് പഠിപ്പിക്കുമ്പോഴേ കാർത്തിക, നമുക്കൊരു സിലബസ് ഉണ്ട്. അപ്പൊ ആ സിലബസിൽ ഇത്ര രാഗം പഠിപ്പിക്കണം, ഇന്ന സെമിസ്റ്ററിൽ ഇത്ര കൃതികൾ. സോ ഇപ്പം ലെറ്റ്സ് സേ യു ടീച്ച് ദം സംതിങ് ഇൻ ചാരുകേശി, for example. So the problem is they will only learn that one kriti in Charugeshi and they will not go beyond that. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ കുറെ അയച്ചു കൊടുക്കും. ഇപ്പം ഐ വിൽ സെൻഡ് ജയശ്രീ അമ്മാസ് മ്യൂസിക്, ഐ വിൽ സെൻഡ് ലോട്ട് ഓഫ് അതേഴ്സ്. ഇപ്പൊ TM കൃഷ്ണയുടെ ആണെങ്കിലും ഒരുപാട് എനിക്ക് അവർക്ക് ആക്സസിബിൾ ആവാൻ പറ്റുന്ന എന്തൊക്കെയാണോ എല്ലാ മ്യൂസിഷ്യൻസ്, ഓൾഡ് ആൻഡ് ന്യൂ, സീനിയേഴ്സ് ആൻഡ് അപ്കമിങ് ആർട്ടിസ്റ്റ് ഒക്കെ കേൾപ്പിക്കും. ഞാൻ പറയും, ഒരു ചാരുകേശിയിൽ തന്നെ പല കൃതികൾ നിങ്ങൾ കേൾക്കൂ, ഇൻസ്ട്രുമെന്റൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ വോക്കൽ ആയിക്കോട്ടെ. So then you're getting different perceptions of Charukeshi. So ഈ ഒരു കാര്യം, I mean the teaching techniques, I believe that is also why I'm coming to the next question, wherein I know that you love to develop new methods to teach. അതായത് പ്രത്യേകിച്ചും കുട്ടികളിലേക്ക് കർണാടക സംഗീതം എത്തുമ്പോൾ കാർത്തികയുടേതായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ടീച്ചിങ് ടെക്നിക്സ് ആൻഡ് ടീച്ചിങ് മോഡ്യൂൾസ്. I know you work with that. And probably you have your guru to thank for, because she has given you that spectrum to work with. Absolutely. So this is why I said, Sajana, I love talking with you, because you know why? I was about to say this. ഞാൻ interrupt ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് I didn't say about it. I was just waiting for you to finish and say it myself, that it's because of this exposure that I've had with her and my father, who has been such a liberated artist and a teacher. That I'm able to develop and adapt new methodologies. Just So to talk about that, I have a education module called Swarakshara. Swarakshara, I named it after my daughter. My daughter's name is Akshara. Swarakshara, but recently എനിക്ക് തോന്നിയതാണ് ഇതൊക്കെ ഈ തോട്ട്സും ഈ പ്രാക്ടീസസും ഒക്കെ ടുഗദർ ഒരു ഡോക്യുമെന്റ് അല്ല, അതൊരു ബ്രാൻഡ് ആയിട്ട് എനിക്ക് കൊണ്ടുപോകണം എന്നൊരു പാഷൻ തോന്നി. ബിക്കോസ് ടീച്ചിങ് ഐ ബീൻ ഡൂയിങ് സിൻസ് ലാസ്റ്റ് 10-12 years, ബിക്കോസ് ഐ ടോട്ട് ജയശ്രീ അക്കാസ് എന്താ പറയാ ജൂനിയർ സ്റ്റുഡൻസിനെയും ഷീ ഓൾവേസ് യൂസ് ടു എൻകറേജ് ടീച്ചിങ്. പേടി വരും അവരുടെ മുന്നേ ഇരുന്നിട്ട് പഠിപ്പിക്കാനായിട്ട്, ബട്ട് ഷീ യൂസ് ടു ബ്രേക്ക് ദാറ്റ് ഫോർ മീ. സോ ഷീ സേസ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ കുറെ അധികം പഠിക്കും, which is true also. So and Achan has produced so many professional musicians, അത്രയും മൃദംഗിsts. അച്ഛനെ പോലെ എന്താ പറയാ രാവും പകലും ഒരു സമയം നോക്കാതെ ഒരു സ്റ്റുഡൻ്റൊക്കെ വന്നു കഴിഞ്ഞാൽ 5-6 മണിക്കൂറാണ് വീട്ടില്. ഞങ്ങള് വീട്ടില് അമ്മയൊക്കെ രാവിലെ ഒരു അടുക്ക് എന്താ പറയാ ഭക്ഷണം വെക്കായിരുന്നു, ബിക്കോസ് വരെ അവരെ വീട്ടിൽ തന്നെ ആയിരിക്കും. അത്രയും അച്ഛനെ പോലെ ഒരു ഗുരുവൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഹിസ് മൈ ഇൻസ്പിറേഷൻ. എനിക്ക് അതുപോലെ കുറച്ച് if I'm able to be 10% of what my father was in terms of teaching, I think I'd be the most successful person. അത്രയും സോ അച്ഛന്റെയും എന്റെ ഗുരുവിന്റെയും ഒക്കെ ഒരുമിച്ചുള്ളൊരു ആ കണ്ടിട്ടുള്ള ഒരു ഹരമായിരിക്കും എനിക്ക് ടീച്ചിങ്ങിലുള്ളത്. ആൻഡ് ഓൾസോ സ്റ്റുഡൻസിന്റെ അടുത്ത് ഡെവലപ്മെന്റ് കാണുമ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു
ഇതാണ് ഞാൻ അവർക്ക് ഐ സെൻഡ് ദം പീരിയോഡിക്കലി റിപ്പോർട്ട്സ് അയക്കും അവരെങ്ങനെ ഹൗ ദി ബീൻ പെർഫോമിങ്. സോ വെൻ ഐ സീ ദാറ്റ് അവർക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ വെൻ ദർ ഏബിൾ ടു ഡു വെൻ ദർ ഏബിൾ ടു സിംഗ്, അത് മൈൻഡ് ബ്ലോക്സ് വരെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അത്രയും when I'm able to do in teaching, അത് സീരിയസ് ആയിട്ട് ചെയ്യണം എന്ന് വെച്ചിട്ട് തന്നെ I started a module called സ്വരാക്ഷര. സ്വരാക്ഷര കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കർണാടക സംഗീതം ഈ പറഞ്ഞ മാതിരി ഒരു സെക്ടറിനുള്ളതല്ല, ഒരു എന്താ പറയാ ആർക്ക് വേണമെങ്കിലും അത് ആക്സസ് ചെയ്യാം, അത് പഠിക്കാൻ. അത് കർണാടിക് മ്യൂസിക് പൊതുവേ ചിലർക്കുണ്ടല്ലോ ഒരു പേടി, അത് നമുക്ക് വളരെ സീരിയസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട, അല്ലെങ്കിൽ ലൈറ്റ് മ്യൂസിക് മതി, അങ്ങനെ. അതൊരു ഒരു ആർട്ടിനോടുള്ള റെസ്പെക്ട് ആണോ, അത് റെസ്പെക്റ്റിൽ നിന്ന് അപ്പുറത്തേക്ക് കുറച്ചത് ഭയമായി മാറുന്നുണ്ടോ എന്ന് എനിക്ക് ചിലപ്പോൾ സംശയം തോന്നാറുണ്ട്. അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ അത് എത്ര ലളിതമായിട്ട് ആൾക്കാരിൽ എത്തിക്കാം, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക്. ഇപ്പൊ വീട്ടിൽ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉണ്ടാവില്ല, IT-യിലായിരിക്കും അച്ഛനും അമ്മയും ഒക്കെ, അവർക്ക് ഒന്നും യാതൊരു എക്സ്പോഷർ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് കർണാടക സംഗീതം എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു, യെസ് ദ സബ്ജക്ട് ഇസ് ഡീപ്, ദ ആർട്ട് ഇസ് ഡീപ്, ബട്ട് ദാറ്റ് ഡസന്റ് മീൻ യു ഫിയർ ടു ഈവൻ ടച്ച് ഇറ്റ് ഓർ സീ എ പീക്ക് ഓഫ് ഇറ്റ്. അങ്ങനെ അപ്പൊ അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കുറച്ച് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ആൻഡ് ഐ ബീൻ ടീച്ചിങ് students who have no background, who have no exposure to music before. എത്രയോ ടാലന്റഡ് കിഡ്സ് ഉണ്ട് കേട്ടോ, സത്യം പറയാലോ. അങ്ങനെ ഒരു ശ്രുതി ലയം ഉള്ള അത് ബേസിക് ആയിട്ട് ഒരു കുട്ടീനെ ഉണ്ടെങ്കിൽ the possibilities are just sky high. അപ്പൊ അങ്ങനെ ഞാൻ അത് എക്സ്പ്ലോർ ചെയ്യുന്നതോറും എനിക്ക് അതിൽ ഇൻട്രസ്റ്റ് കൂടുന്നു, പാഷൻ കൂടുന്നു. സോ അങ്ങനെ കുറെ അധികം കോൺസെപ്റ്റ്സും ഞാൻ ഇപ്പൊ പുതുതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫ്യൂച്ചറായിട്ട് കുറച്ചധികം പ്ലാൻസ് ഉണ്ട് ത്രൂ സ്വരാക്ഷര that I want to do. So it's a pet project. Let me see how far I'm able to take it. All the best for that. I'm sure it will come out beautifully so. കാരണം നമുക്കൊക്കെ പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടാവും അതിന്. I always feel എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്, സംതിങ് ഐ സേ കുറച്ച് ബ്ലേറ്റന്റ്ലി, ദ ഫാക്ട് ദാറ്റ് നമ്മളിപ്പോ കർണാടക സംഗീതം പഠിക്കുന്ന ഒരു രീതി, പ്രത്യേകിച്ച് നമ്മൾ കോളേജുകളിൽ ഇതൊരു പാഠ്യവിഷയമായിട്ട് അറ്റ് ദ ഡിഗ്രി, അറ്റ് ദ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ, വെൻ യു ടീച്ച് മ്യൂസിക്, ഐ കൈൻഡ് ഓഫ് ഫീൽ ദാറ്റ് വി ആർ ഫോളിങ് ഷോർട്ട്. എങ്ങനെ ഫോളിങ് ഷോർട്ട്? we are not giving them the right inspiration or the motivation for them to pursue it further. ഒന്ന്. രണ്ട്, നമ്മളുടെ സിലബസിന്റെ സ്ട്രക്ചർ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ച ഒരു കാലഘട്ടത്തിൽ നിന്നും അധികം ദൂരോട്ട് മുന്നേക്ക് വന്നിട്ടില്ല. സോ കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ബട്ട് എന്നാലും the kids find it like a burden instead of actually enjoying the process. പാട്ട് പഠിക്കുമ്പോ അത് സന്തോഷമായിട്ട് പഠിക്കേണ്ട ഒരു സംഭവം അല്ലേ? അതിന് പകരം അയ്യോ ഇത്രയും രാഗമുണ്ട്, അല്ലെങ്കിൽ പണ്ടൊക്കെ ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് ഒന്ന് മൊബൈൽ ഇല്ല, അതൊരു വിഷയം. ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ വട്ടത്തിലെല്ലാം ഇരുന്നിട്ട് മനോധർമ്മം പ്രാക്ടീസ് ചെയ്യും, അല്ലെങ്കിൽ രാഗം പ്രാക്ടീസ് ചെയ്യും, നിരവലി, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര രസമാണ്. അതൊരു ഇറ്റ്സ് ലൈക്ക് എ ഗെയിം ഫോർ us, but at the same time and it's very exciting. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഒരു സന്തോഷം, എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, that what we share, I feel ഒരു കോളേജ് ലെവലിൽ വരുന്ന കുട്ടികൾക്ക് അതൊരു അകന്നു പോകുന്നുണ്ട്. എനിക്ക് അതൊരു ഫീൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ സിലബസ് ഓൾസോ. സോ ഐ ഹോപ്പ് സ്വരാക്ഷര will pave the way for completely new methodologies that we can also adapt. So all the best. I'm so glad. Thank you so much. അത് ഇതൊരു ഇൻസ്പിറേഷൻ ആണ്. ഇപ്പൊ ഞാൻ ഇത് കഴിയുമ്പോ ഈ ഒരു ലൈൻസ് I start thinking, okay, you don't know about me. ഇന്ന് ഫുൾ എനിക്ക് ഇതായിരിക്കും തോട്ട്, okay, Sajna said this. ഇതെങ്ങനെ അതിൽ നമുക്ക് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള. ബിക്കോസ് കർണാട്ടിക് മ്യൂസിക് ഇപ്പൊ കർണാട്ടിക് മ്യൂസീഷ്യൻ ആവാൻ വേണ്ടി മാത്രമല്ല, ദാറ്റ് ഈസ് എ മെത്തഡോളജി, ഒരു ട്രഡിഷൻ ആണ്. അതിൽ കൂടുതൽ അതിൽ നിന്ന് ഈ പറഞ്ഞ മാതിരി എന്തിലേക്ക് വേണമെങ്കിലും ദേ ക്യാൻ ബ്രാഞ്ച് ഔട്ട് അല്ലേ. അവര് ഈ കർണാട്ടിക്കിന്റെ എസ്പെഷ്യലി ലയം ഇൻ ആർ മ്യൂസിക്, ലയം ആൻഡ് ആർ മെലഡിക് സ്ട്രക്ചറൽ പാറ്റേൺസ്, അതാണല്ലോ ബേസിക്കലി നെരവൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. അപ്പൊ ഇതിനൊക്കെ ഒരു മാസ്റ്ററി ഉണ്ടെങ്കിൽ then they can do എന്ത് വേണമെങ്കിലും മ്യൂസിക്കിൽ ചെയ്യാം. I am still unlocking possibilities. അതുപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി പഠിക്കുന്നവർക്കും അവരുടെ ലെവലിൽ നിന്ന് എത്രയോ അധികം they can unlock themselves. So അതാണ് എന്റെ മെയിൻ എയിം. And also the fact that I know that you like experimenting, the way you present a Carnatic composition. Also, ippam Karthik kuchu korchum kuda personally manasilavumbam I understand where it is coming from. The fact that you actually went 2 varsham Thrissur പോയി അവിടെ തന്നെ ഇരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നല്ല കുശുമ്പ് തോന്നുന്നുണ്ട് കേട്ടോ. I am like, God, I wish I had that incentive. I wish I had that drive to actually pursue it.
പ്രോബബ്ലി. ആഹ് ഞാൻ ചിന്തിക്കണ വെച്ചാൽ ഞാൻ വളരെ ഒരു എന്താ പറയാ ബ്ലൈൻഡർ വെച്ച കുതിരെ പോലെയാണ് ഞാനൊക്കെ പോയിരുന്നത്. അപ്പോ എനിക്ക് ആ ഒരു നമ്മൾ കുറച്ച് റിസ്ക് എടുക്കുക അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ യു ഡു ഇറ്റ് ഇൻ അബാൻഡൻ ആൻഡ് സംടൈംസ് ഉം ദാറ്റ് ടേൺസ് ഔട്ട് ടു ബി യുവർ ബിഗ്ഗസ്റ്റ് ഉം സ്ട്രെങ്ത്. സോ എനിക്കിപ്പോ ഇങ്ങനെയൊക്കെയാണ് ഐ ഫീൽ ത്രൂ ഇൻ കോൺവെർസേഷൻ വിത്ത് സജ്ന ഐ ഡിസ്കവർ മോർ ആസ്പെക്ട്സ് അബൌട്ട് ഹൗ ഐ ക്യാൻ അപ്രോച്ച് മ്യൂസിക് ആസ് വെൽ. അപ്പോ എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു സ്റ്റൈലുമായി നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാം, വിച്ച് ഹാസ് ഉം ബീൻ യുനോ നമുക്ക് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് മ്യൂസിഷ്യൻസ് ഹാസ് വർക്ക് വിത്ത് ലെറ്റ്സ് സേ ഹിന്ദുസ്ഥാനി മ്യൂസിഷ്യൻസ്, വെസ്റ്റേൺ മ്യൂസിഷ്യൻസ്, കൊളാബറേറ്റ് ചെയ്ത് ഒത്തിരി പ്രോജക്ട്സ് നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈവൻ സോ ഹൗ ഡു യു സീ ഇറ്റ്? അല്ലെങ്കിൽ ഒരു കർണാട്ടിക് ഒരു കോമ്പോസിഷൻ എടുത്തിട്ട് അല്ലെങ്കിൽ ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യണം, എനിക്ക് എന്തെങ്കിലും അതിലൊരു പുതുമ വേണം എന്ന് പറയുമ്പോൾ ഹൗ ഡസ് ദാറ്റ് വർക്ക് ഫോർ യു ആൻഡ് വാട്ട് ഓൾ ഹാവ് യു ഡൺ സോ ഫാർ? ഞാൻ കുറച്ച് കേട്ടിട്ടുണ്ട് എന്നാലും. കർണാട്ടിക് കോമ്പോസിഷൻസിൽ സത്യം പറഞ്ഞ പുതുമ വരുത്തണം എന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് ഇപ്പോ ഒരു കച്ചേരിയില് ചെന്ന് ഞാൻ ഇരിക്കുമ്പോ എന്റെ അടുത്തിരിക്കുന്ന ഒരു വയലിനിസ്റ്റ് ആൻഡ് മൃദംഗിസ്റ്റ് ആൻഡ് ഉപപകവാദ്യം വായിക്കുന്ന ആർട്ടിസ്റ്റ്, ഇവരിന്നൊക്കെയാണ് ഞാൻ എനർജി ഡ്രോ ചെയ്യുന്നത് ടു പെർഫോം. എസ്പെഷ്യലി നമ്മൾ രാഗം നെട്ടലൊക്കെ സ്വരമൊക്കെ പാടുമ്പോൾ ഇറ്റ്സ് റിയലി ഹാൻഡിക്യാപ്ഡ് സിറ്റുവേഷൻ ആണ്. ഇവർ ആരെങ്കിലും ഒരാൾ ഇല്ലെങ്കിൽ ഐ ആം നോട്ട് ഏബിൾ ടു ഇമാജിൻ ഹൗ ഇറ്റ് വുഡ് ബി. അതുപോലെ തന്നെ ഈ കർണാട്ടിക് കോമ്പോസിഷൻസ് അല്ലെങ്കിൽ എന്ത് മ്യൂസിക്കും എന്തൊരു കോമ്പോസിഷനും എടുത്ത് അത് നമ്മൾ കവർ ചെയ്യാൻ നോക്കുമ്പോൾ, ഇപ്പൊ കവർ എന്നുള്ളത് ഇറ്റ്സ് ബീൻ എ ടേം ടുഡേ, സോ ഐ എം സേയിങ് ഇറ്റ്, മേ ബി റീഇന്റർപ്രറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇറ്റ് ഈസ് ദ പേഴ്സൺ ഹൂം വി ആർ വർക്കിംഗ് വിത്ത്. ആ ഒരു കൊളാബറേറ്റീവ് ആയിട്ട് ആ ഒരു വർക്കിംഗ് നേച്ചർ ആണ് ഇസ് ബ്രിങ്ങിങ് ദിസ് ഔട്ട്. ആക്ച്വലി അതില് ഐ എം നോട്ട് വേണം അത് മാറ്റങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞിട്ട് മാറ്റങ്ങളൊന്നും വരുത്താറില്ല. എസ്പെഷ്യലി നൗ ദറ്റ് ഐ ഹാവ് ബീൻ ഓഫ് ലേറ്റ് I've been working with Satish. I'm married to Satish. Satish is a brilliant composer. Satish is എന്താ പറയുക, ഇന്ത്യൻ മ്യൂസിക് ആൻഡ് വെസ്റ്റേൺ മ്യൂസിക്കില് ഓർക്കസ്ട്രേഷനിലൊക്കെ നല്ല ഒരു എന്താ പറയുക, he's got a good mastery over these things. He's done his masters in film scoring from Berkeley. So he's very very wide perspective of music. So when I sit with him to work on something, it just so happens that probably from a chord that he plays, I'm able to think of a Sangati that I didn't sing so long when I was singing that Kriti for a kacheri setup. അങ്ങനെയാണ് ഓരോ സംഗതികളും. പിന്നെ നമ്മുടെ ഇൻഫ്ലുവൻസസ്, നമ്മൾ കേൾക്കുന്ന ഇൻഫ്ലുവൻസസ് ദാറ്റ് വിത്ത് ഇയേഴ്സ്, അത് ഇപ്പൊ ഒരു പ്രോജക്റ്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതല്ലല്ലോ. ഗുലാം അലി, ഗസൽസ്, അങ്ങനെ കുറെ കുറെ അതർ മ്യൂസിക് നമ്മൾ കേൾക്കുന്നതിന്റെ ഒക്കെ ഇൻഫ്ലുവൻസസ് ആണ് ഈ നോർത്ത് ഇന്ത്യൻ ആ ഒരു കൊളാബറേറ്റീവ് ആയിട്ട് ഒരു വേറൊരു ഷെയ്ഡ് ആൻഡ് എ ഫ്ലേവർ ഒരു കോമ്പോസിഷനിൽ വരുന്നത് when we are trying to reinterpret it. However, this journey continues. I know it doesn't stop here. നമ്മൾ ഇനിയും ആർട്ടിസ്റ്റിക്കലി മ്യൂസിക്കലി ഡെവലപ്പ് ആകുമ്പോൾ ഐ ബിലീവ് ഐ ഫീൽ ഐ ഷുഡ് ബി ഏബിൾ ടു ബ്രിങ് ഔട്ട് ഇനിയും ഒരു deeper and a wider interpretation to my own music. And yes, and chela responses when I get from social media, I feel this is the purpose why I should be doing it. Because it is able to touch many sensitive minds. Oru work nammal ipo Sajna, when the comment I read, you had shared one of my works recently. When I read your it was I was so happy. Our happiness is not that, oh yeah, I got acknowledged. Anganella. Oh, you're able to resonate with my music. Ennulla oru happiness aanu. And the more number of people I'm able to resonate with, the more I want to work on my music. So it is a give and take. And social media, often I write saying, it means to me when someone comes and says, this is what your music did in the molka orkama yang kepikarundu, or I have listened to it so many number of times. I like years that this particular sangati I like. When I hear detailed comments like this, it's really motivating. I ought to acknowledge it. I have to admit it, that it really keeps me inspired, and it keeps me going really. So anganeyanu ee interpretations sambhavikkunnathu. Okay. Because I felt this. കാരണം നമ്മൾ സാധാരണഗതിയിൽ ഇപ്പം ആരെങ്കിലും ഒക്കെ ഒരു കർണാട്ടിക് കോമ്പോസിഷൻ എടുത്തിട്ട് അതിന് കവർ റീമിക്സ് എന്നൊക്കെ ഉള്ള ഒരു പേരുകൾ കൊടുത്തിട്ട്
ഓർക്കസ്ട്രേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കും. അല്ലെങ്കിൽ വാട്ട് ഐ ഓൾവേസ് ഫെൽറ്റ് ഇസ് ദാറ്റ് കുറച്ച് അൺനെസസറി ആയിട്ട് റിതം പാറ്റേൺസ് കയറ്റും. എല്ലാം നമുക്ക് ആവില്ല അല്ലെ, എല്ലാം സ്വാരസ്യമാവില്ല. ആൻഡ് സംടൈംസ് യു പുഷ് ഇൻ ദ ടെക്നോളജിക്കൽ പാർട്ട്. കുറച്ച് പ്രോഗ്രാമിംഗ് കയറ്റുമ്പോൾ ഇറ്റ് സൗണ്ട്സ് ലൈക്ക് പ്രോബബ്ലി ലിറ്റിൽ ബിറ്റ് ജാസി. പക്ഷേ ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് കർണാട്ടിക് മ്യൂസിക്കിന് ഒരു പേർപ്പസ് എന്താന്ന് വെച്ചാൽ സാന്ത്വനം എന്ന് പറയുന്ന ഒരു വിഷയം സംഗീതത്തിന് സ്വതസിദ്ധമായി ഉണ്ട്. സോ ഇഫ് യു ക്യാൻ ഡു ദാറ്റ്, ഐ ഫീൽ ദാറ്റ് ഇസ് വെയർ യു സ്റ്റാൻഡ് അപ്പാർട്ട്, wherein you are actually bringing in a difference. ശരിക്കും പറഞ്ഞാൽ ഓർക്കസ്ട്രേഷണൽ അല്ലെങ്കിൽ മ്യൂസിക്കിന്റെ അറേഞ്ച്മെന്റ്സിൽ ഈ പറഞ്ഞതുപോലെ, ബിക്കോസ് യുവർ ഹസ്ബൻഡ് ഇസ് ഓൾസോ ദാറ്റ് ഇൻവോൾവ് ആൻഡ് ഹി ഹാസ് ദാറ്റ് ബാക്ക്ഗ്രൗണ്ട്, ആ ഡിഫറൻസ് നന്നായി അറിയാനുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇസ് നോട്ട് മെഡൽ വിത്ത് ദ കോമ്പോസിഷൻ. ഉള്ള ഒരു ത്തിനെ ബോദർ ചെയ്യാതെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ഹീലിംഗ് ഫീലിംഗ് ആണ്, യുനോ. സോ ഐ ഹവ് ഓൾവേസ് ഫെൽറ്റ് ടു യൂസ് ദോസ് വേർഡ്സ് ഓൾസോ. യു ഓൾവേസ് യൂസ് either soothing or healing when you discuss. I say art heals, it really heals. In fact, every day it heals me. എനിക്കറിയാം അത്. രാവിലെ ഞാൻ എണീക്കുമ്പോൾ ഒരു ഫ്രെയിം ഓഫ് മൈൻഡ് എപ്പോഴെങ്കിലും ഒന്ന് അതിനൊരു ഷേക്ക് വന്നു കഴിഞ്ഞാൽ it is only music that's able to bring back. I really believe art heals. Correct. I'm glad that you've noticed it. Yeah, because for me, I've always felt that കാരണം ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കറിയില്ല, നമ്മള് ആൾക്കാരെല്ലാരും കൂട്ടപ്പാണ്, ലോട്ട് ഓഫ് ഫ്രസ്ട്രേഷൻസ്, ലോട്ട് ഓഫ് പീപ്പിൾ ഗോയിങ് ത്രൂ ലോട്ട് ഓഫ് ഇമോഷണൽ അപ്ഹീവൽസ്. അവർക്ക് ചിലപ്പം പുറത്തേക്ക് പോയി ജോലി ചെയ്യുന്നതും ഒക്കെ ആയിരുന്നിരിക്കണം ഒരു ഡിസ്ട്രാക്ഷൻ. ഇപ്പൊ അതൊന്നും ഇല്ല, വീടുകളിൽ തന്നെയാണ്. സോ ദർ ഇസ് എ ലോട്ട് ഐ ഫീൽ an artist can contribute ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ. സോ അക്കോർഡിംഗ് ടു യു, ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു ട്രൂ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ വാട്ട് ഡു യു തിങ്ക് ദാറ്റ് ആൻ ആർട്ടിസ്റ്റ് ഷുഡ് സ്റ്റാൻഡ് ഫോർ? നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമ്മളെ നാലാൾക്കാർ അറിയും, അത് വേറെ കാര്യം. അതല്ലാതെ ഹൗ കെൻ ആൻ ആർട്ടിസ്റ്റ് ഗിവ് ബാക്ക്, യു തിങ്ക്? സജന പറഞ്ഞു വന്ന ആ വഴി തന്നെയാണ്. ദാറ്റ് ഇസ് ഇപ്പോ ഞാൻ ഈ പറയുന്ന ഈ തോട്ട്സ് ഒക്കെയും ഹാസ് ഇവോൾവ് ഫ്രം ദ മ്യൂസിക് ഐ സിംഗ്. എന്റെ ഒരു മ്യൂസിക്കൽ പേഴ്സണാലിറ്റിയിൽ നിന്നാണ് ഞാൻ ഈ സംസാരിക്കുന്നതൊക്കെ വരുന്നത്. ഓർ അത് അതർ വേ, എന്റെ ഒരു പേഴ്സണാലിറ്റിയാണ് അതിൽ റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് പറയുന്ന പോലെ ഇത്ര വർഷം അത് പഠിച്ചും മ്യൂസിക് പഠിച്ചും പഠിപ്പിച്ചും ഒക്കെ when I spend time, no, I've really come to a stage where I believe the sole purpose of art or any art, in my case music, is to touch somebody's emotion. In fact, adile enike I sometimes feel I don't even have a credit to take in it, because ഞാൻ എന്റെ ക്രാഫ്റ്റ് ഞാൻ ബെറ്റർ ആക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, അതെന്റെ ശബ്ദം ഞാൻ സൂക്ഷിക്കുന്നു. ബിസൈഡ്സ് ഓൾ ദാറ്റ് ഞാൻ നോളജ് ഗെയിൻ ചെയ്യുന്നു. ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് ഇറ്റ്. ബട്ട് ഇഫ് ഇറ്റ് ഇസ് ഏബിൾ ടു ട്രാൻസെൻഡ് ടു സംബഡി എൽസസ് ഹാർട്ട് ആൻഡ് ഇമോഷൻ, ഐ തിങ്ക് ഐ ഹാവ് നോ ക്രെഡിറ്റ് ടു ടേക്ക് ഇൻ ഇറ്റ്. ഇറ്റ്സ് ജസ്റ്റ് എ ബ്ലെസ്സിങ്. ആ ഒരു ഗ്രേസ് ആണ് അത്. അപ്പുറത്ത് ഇരിക്കുന്ന ഇപ്പൊ സജന ആണെങ്കിൽ അത് സജന ഫോണിൽ ക്ലിക്ക് ചെയ്ത് അത് കേൾക്കുമ്പോ ചിലര് പറയാറുണ്ട് they have tears, they cry, അത് എന്താണത്? ഇറ്റ് ഇസ് സം ഇമോഷണൽ അൺലോക്ക് ദാറ്റ്സ് ഹാപ്പനിങ്, റൈറ്റ്? അത് പാട്ട് കേട്ട് സങ്കടം വരാൻ പാട്ട് വരെ അടിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്നില്ലല്ലോ. ആ പാട്ട് ഉള്ളിൽ പോകുമ്പോ എന്തോ ഒരു അൺഅഡ്രസ്ഡ് ഇമോഷൻ ദാറ്റ്സ് ഇൻസൈഡ് യു ഇസ് കമ്മിങ് ഔട്ട്. അപ്പോ അതിൽ കൂടുതൽ എന്താണ് via art ചെയ്യാനുള്ളതെന്ന് I have not figured out. If there is anything more, I'm yet to figure out. But for me at this stage, ഇതാണ് ഏറ്റവും വലിയ purpose, to എന്താ പറയാ, to help people's minds in a very subtle way. ഇതിപ്പോ കേട്ട് അവര് കുറച്ചു നേരം ഒരു നല്ലൊരു മൈൻഡ് സ്പേസിൽ ഇരുന്നുകൊണ്ട് it is not a very tangible work in terms of എന്താ പറയാ, അത് എന്തോ വലിയ കാര്യം ചെയ്തു എന്നല്ല. ബട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ എത്ര പേര് എത്ര സ്ഥലത്ത് എത്ര നിമിഷങ്ങൾ ഈ ഒരു പീസ് ഓഫ് മ്യൂസിക് കാരണം ആർ ഇൻ എ ബെറ്റർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഐ തിങ്ക് ദാറ്റ് I would work for my rest of my life if I'm able to do that. Definitely. And I want you to know that it is not every day one finds a musician like that. ഇപ്പോൾ എൻ്റെ ഒരു ഇപ്പൊ ഈ ഇത്രയും കാലയളവിനിടയിൽ നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ ഒരുപാട് മ്യൂസിഷ്യൻസ് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. സം ഓഫ് ദം ആർ മൈ കൊളീഗ്സ് ഓൾസോ, സം ഓഫ് ദം അതർ സീനിയർ മ്യൂസിഷ്യൻസ്, ഓൾ ഓഫ് ദാറ്റ്. എന്നിരുന്നാൽ പോലും ഓരോ വ്യക്തിയും ദേ സ്റ്റാൻഡ് ഫോർ സംതിങ് യുണീക്ക് ആൻഡ് ഇൻഡിവിജ്വൽ. ആൻഡ് ഐ ഫീൽ
this is something that you are setting forth, and I have a feeling നമ്മൾ പറയില്ല നമ്മൾ ആളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ maybe 5 years later we'll have another in conversation. I'm not even saying 10, I'm saying 5 years later we'll have another in conversation where we discuss about, we turn around and look at how successful, for example, Swarakshara has come, or any of your productions, and how the journey has evolved. I have a feeling there will be a lot more you'll have to share at that point of time. And I'm almost excited really. എനിക്കും ഇപ്പൊ കാരണം എന്റെ PhD യുടെ വിഷയം അത് തന്നെയാണ്, അതായത് സംഗീതം നമ്മളുടെ തലച്ചോറിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു. I am researching neuromusicology. So for me, whenever you say this, it sparks another area I feel I should also explore. Like, why is it that കുറച്ച് പാട്ടുകൾ കേൾക്കുമ്പോൾ ആൾക്കാർ ഭയങ്കര ഇമോഷണൽ ആവുന്നു, and other songs make you feel very vibrant, and why അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് കർണാടക സംഗീതത്തിലാണ്, other than any other stream of music, wherein because we have the raga system in place. Only because of that. I'm not saying one is superior than the other. എന്നിരുന്നാലും I'm hoping like maybe in future we can also collaborate, and I hope I can seek your advice as well. So thank you so much. And ഇത്രയും നല്ലൊരു പാട്ടുകാരി നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ട് പാടിച്ചില്ലെങ്കിൽ എന്നെ എല്ലാരും ശരിയാക്കും. അപ്പം before we go on, I know you told me that Jayashriyamma has made you familiar with so many different types of music. Appo ഏതെങ്കിലും ഒരു പാട്ട്, something that's very close to you. I'm not saying you should sing a Carnatic composition, but anything which you would like. സജനയോട് സംസാരിക്കുമ്പോൾ സജന ഒരു കർണാട്ടിക് മ്യൂസീഷ്യൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ആയിരിക്കണം, എനിക്ക് ആനന്ദഭൈരവി പാടാൻ തോന്നുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാം ഒരു ഇൻഫ്ലുവൻസ്, ഒരു വൈബല്ലേ. അപ്പോൾ ഐ വിൽ സിംഗ് ആനന്ദഭൈരവി. ഓ ജഗദം നന്നു അംബ ഓ ജഗദം നന്നു അംബനി ജമുന ബ്രോ ഓ ജഗദം നന്നു അംബനി ജമുന ബ്രോ ഓ. So thank you so much, Karthika. Thank you. And I don't feel because എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യത്വം ഫീൽ ചെയ്യുന്നില്ല. ഞാൻ 2 ആഴ്ച ആയിട്ടുള്ളൂ കാർത്തികയായിട്ട് ഒന്ന് എന്താ പറയാ കുറച്ചും കൂടി നമ്മൾ പേഴ്സണൽ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ട്. എന്നിരുന്നാൽ പോലും I am so happy we did this. And you know what, my excitement is that in conversation with Sajnaiyle എന്താണോ ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അതിന് തക്കതായിട്ടുള്ള ആൾക്കാരെയാണ് ഈശ്വരൻ എത്തിക്കുന്നത്. ആൻഡ് while we are doing this, actually ഈ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുമ്പോൾ ഇന്ന് രാമായണ മാസം ആരംഭിക്കുകയാണ്. And I find it a very divine coincidence that I got you as a musician today. Of course, episode upload ആകുമ്പോൾ much later, and ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞിട്ട് എപ്പിസോഡ് വരുള്ളൂ. എന്നിരുന്നാൽ പോലും താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് സോ മച്ച് ടൈം ആൻഡ് ഫോർ സ്പീക്കിംഗ് സോ കാൻഡിഡ്ലി. വളരെ സ്വാഭാവികമായിട്ടുള്ള കോൺവെർസേഷൻസ് ആണ്. ഞാൻ എൻ്റെ ഓഡിയൻസിനോട് എപ്പോഴും പറയും, കട്ട് ചെയ്യേണ്ട അടുത്ത് ഞങ്ങൾ ഇടയ്ക്ക് കട്ട് ചെയ്യാറുണ്ട്. എന്നിരുന്നാൽ പോലും it doesn't feel awkward. It feels like we're having a conversation over the phone. അത്ര തന്നെ തോന്നുന്നുള്ളൂ. I hope you had a good experience as well. Oh, absolutely. I had a wonderful experience, Sajna. സാധാരണ ചില ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ സ്റ്റക്ക് ആയി പോവാറുണ്ട്, എന്താ പറയേണ്ടത്, ബിക്കോസ് ഇറ്റ്സ് ടോട്ടലി ഓഫ് ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഐ നോ കറന്റ്ലി ഇൻ. അപ്പൊ അങ്ങനെ ഇല്ലാതെ യു വാസ് സോ ഇൻ സിങ്ക് വിത്ത് മീ. ആൻഡ് ഈ പറഞ്ഞ പോലെ 2-3 ആഴ്ച ആയിട്ടുള്ളെങ്കിലും ഐ എം സോ ഗ്ലാഡ് യു ആർ പാർട്ട് ഓഫ് മൈ ജേർണി അഹെഡ്. ഇങ്ങനെ കുറച്ചുപേര് നമുക്ക് ദേ ജോയിൻ വിത്ത് us അല്ലേ.
Truly, in truly. our journey forward. Adupole, I think I got a wonderful friend through this conversation, this Sajna in conversation. ഈ പറയുന്ന ഒരു സംരംഭത്തിൽ നിന്ന് I got a good friend. Thank you so much for that. Thank you, Karthika. Thank you so much.